സമഗ്രയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിലാദ്യത്തെ ചോദ്യം, എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് ദ വേസ്റ്റ് വിൽ ഹാപ്പൻ. വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. മോശമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന വൺ വേഡ് ഏതാണ്? പെസിമിസ്റ്റ് ഓപ്ഷനിലുണ്ട്, ഓപ്റ്റിമിസ്റ്റ് ഓപ്ഷനിലുണ്ട്, എത്തിസ്റ്റ് ഓപ്ഷനിലുണ്ട്, പോളിഗ്ലോട്ട് ഓപ്ഷനിലുണ്ട്. അപ്പം മോശം കാര്യം സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് പെസിമിസ്റ്റാണ്. പെസിമിസ്റ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ വരുന്ന മറ്റു കുറച്ച് വാക്കുകളാണ് ബിലീവ് ഇൻ ഗോഡ്, തീസ്റ്റ്, നോട്ട് ബിലീവ് ഇൻ ഗോഡ്, എത്തിസ്റ്റ്, വൺ വൈഫ് മോണോഗമി, ടു വൈഫ്സ് ബൈഗമി, മോർ ദാൻ ടു വൈഫ്സ് പോളിഗമി, തിങ്ക് പോസിറ്റീവ്, ഓപ്റ്റിമിസ്റ്റ്, തിങ്ക് നെഗറ്റീവ്, പെസിമിസ്റ്റ്, ഹെയ്റ്റ് വുമൺ മിസോഗൈനിസ്റ്റ്, മോർ ദാൻ വൺ ഹസ്ബൻഡ് പോളിയാൻഡ്രി. രണ്ടാമത്തെ ചോദ്യം, ദ പ്ലേസ് വെയർ ദ റാബിറ്റ് ലിവ് ഇൻ. റാബിറ്റ് ജീവിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര്, അല്ലെങ്കിൽ അതിൻ്റെ ഡ്വെല്ലിംഗ് ആണ് ടോപ്പിക്ക്. ഹോൾ ഓപ്ഷനിലുണ്ട്, ബറോ ഓപ്ഷനിലുണ്ട്, ഡെൻ ഓപ്ഷനിലുണ്ട്, കെന്നൽ ഓപ്ഷനിലുണ്ട്. റാബിറ്റുകളുടെ വാസസ്ഥലത്തിന് പറയുന്ന പേര് ബറോ. ഓപ്ഷൻ ബി ബറോയാണ്. അതുപോലെ വരുന്ന മറ്റ് ജീവജാലങ്ങളും അതിൻ്റെ വാസസ്ഥലങ്ങളുമാണ് ഡോഗ്, കെന്നല്, ഹോഴ്സ്, സ്റ്റേബിള്, ലയൺ, ഡെന്ന്, ടൈഗർ, ലെയർ, പിഗ്, സ്റ്റൈ, ഗോട്ട്, പെന്ന്, കൗ, ഷെഡ്, ഹെന്ന്, കൂപ്പ്. ഹോൾ എന്ന് പറയുന്നത് സ്നേക്കിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ഹോള്. മൂന്നാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ആൻ അബ്സ്ട്രാക്റ്റ് നൗൺ. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് അബ്സ്ട്രാക്റ്റ് നൗൺ കണ്ടെത്താനാണ്. കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമങ്ങൾക്ക് പറയുന്ന പേരാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. ചെയർ ഓപ്ഷനിലുണ്ട്, ക്രൗഡ് ഓപ്ഷനിലുണ്ട്, ഇംഗ്ലണ്ട് ഓപ്ഷനിലുണ്ട്, ഫിയർ ഓപ്ഷനിലുണ്ട്. അപ്പോൾ കാണാൻ കഴിയാത്ത നാമത്തിന് എക്സാമ്പിളാണ് ഫിയർ. അതുപോലെ വരുന്ന അബ്സ്ട്രാക്റ്റ് നൗണുകളാണ് ഹാപ്പിനെസ്, ക്ലവർനെസ്, പോവർട്ടി, സ്ലേവറി, ഫിയർ, ആംഗ്രി, ചൈൽഡ്ഹുഡ്, മ്യൂസിക് എന്നിവ അബ്സ്ട്രാക്റ്റ് നൗണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ചെയറും ഇംഗ്ലണ്ടും പ്രോപ്പർ നൗണുകൾക്ക് ഉദാഹരണവും ക്രൗഡ് എന്നത് കളക്റ്റീവ് നൗണിന് ഉദാഹരണവുമാണ്. പ്രോപ്പർ നൗണുകൾ എന്നാൽ വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ പേരായ ശബ്ദമാണ് പ്രോപ്പർ നൗണുകൾ. നാലാമത്തെ ചോദ്യം, ഷീല ഡാഷ് കോസ്ഡ് ദ ട്രബിൾ. യൂസ് എംഫറ്റിക് പ്രൊനൗൺ. താഴെ തന്നിരിക്കുന്ന എംഫറ്റിക് പ്രൊനൗൺ എടുത്തെഴുതാനാണ്. ഹെർസെൽഫ്, ഹാസ്, ഹാഡ്, ഹെർ ഓപ്ഷനിലുണ്ട്. എംഫറ്റിക് പ്രൊനൗൺ അല്ലെങ്കിൽ റിഫ്ലക്സീവ് പ്രൊനൗണുകൾ എന്നാൽ മൈസെൽഫ്, അവർ സെൽസ്, യുവർ സെൽഫ് അല്ലെങ്കിൽ യുവർ സെൽസ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽസ് എന്നിവയെ പറയുന്ന പേരുകളാണ് എംഫറ്റിക് പ്രൊനൗൺ അല്ലെങ്കിൽ റിഫ്ലക്സീവ് പ്രൊനൗൺ. ആയതിനാൽ ഉത്തരം ഹെർസെൽഫ് ഉത്തരമായി ഉപയോഗിക്കാം. അഞ്ചാമത്തെ ചോദ്യം, ഐ ഷാൾ മീറ്റ് യു ടുമോറോ. ഇൻ ദിസ് സെൻറ്റൻസ് ടുമോറോ ഈസ് ഡാഷ്. ഇപ്പോൾ ടുമോറോ എന്നത് എന്ത് തരം വാക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്ജക്റ്റീവ്, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ, ആഡ് വെർബ്. അപ്പോൾ ടുമോറോ എന്നത് ഇവിടെ ആഡ് വെർബായി ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ആഡ് വെർബുകൾ എന്നാൽ വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ആഡ് വെർബ്. ആഡ് വെർബുകൾ പ്രധാനമായും 5 തരമാണ്. ആഡ് വെർബ് ഓഫ് മാനർ, ആഡ് വെർബ് ഓഫ് പ്ലേസ്, ആഡ് വെർബ് ഓഫ് ടൈം, ആഡ് വെർബ് ഓഫ് ഫ്രീക്വൻസി, ആഡ് വെർബ് ഓഫ് ഡിഗ്രി. ആഡ് വെർബ് ഓഫ് മാനർ എന്നാൽ പ്രവൃത്തി എങ്ങനെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് ആഡ് വെർബ് ഓഫ് മാനർ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, ക്വിക്ക്ലി, സ്പീഡിലി, കെയർഫുള്ളി, എക്സെട്ര. ആഡ് വെർബ് ഓഫ് പ്ലേസ് എന്നാൽ പ്രവൃത്തി എവിടെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഹിയർ, ദെയർ, അപ്പ്, ഡൗൺ, ഇൻസൈഡ്, ഔട്ട്സൈഡ് എന്നിവ ഉദാഹരണമായി വരുന്നു. ആഡ് വെർബ് ഓഫ് ടൈം എന്നാൽ പ്രവൃത്തി എപ്പോൾ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. നൗ, ദെൻ, ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ എന്നിവ ആഡ് വെർബ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. ആഡ് വെർബ് ഓഫ് ഫ്രീക്വൻസി എന്നാൽ പ്രവൃത്തി എത്ര തവണ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ആൾവേസ്, റെയർലി, എഗെയിൻ, വൺസ്, ട്വൈസ് എന്നിവ ആഡ് വെർബ് ഓഫ് ഫ്രീക്വൻസിക്ക് ഉദാഹരണം. ആഡ് വെർബ് ഓഫ് ഡിഗ്രി എന്നാൽ പ്രവൃത്തി എത്രത്തോളം നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഫുള്ളി, എൻറ്റയർലി, ടോട്ടലി, ആൾമോസ്റ്റ് എന്നിവ ഉദാഹരണമായി വരുന്നു.